നിങ്ങൾക്കൊരു സ്ട്രോങ് ആയ സ്കില്ലുണ്ട് എന്നിട്ടും നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നില്ല എന്നതാണ് നിങ്ങളുടെ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു വലിയ റീസൺ എന്ന് പറയുന്നത് ഒരു പോർട്ട്ഫോളിയോ ആയിരിക്കും. നമ്മുടെ പോർട്ട്ഫോളിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കറക്റ്റായിട്ടൊരു വേലല്ല, അല്ലെങ്കിൽ അതിൽ കറക്റ്റ് കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഒരു ജോലി നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത അതിൽ വരും. നമ്മളെ റെസ്യൂം നോക്കിയിട്ട് ഒരു HR ഫസ്റ്റ് നമ്മുടെ റെസ്യൂം നോക്കും. റെസ്യൂം നോക്കുന്ന സമയത്ത് നമ്മൾ ആ പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ കാര്യമായിട്ട് ഡീറ്റെയിൽസ് ഒന്നുമില്ല, അല്ലെങ്കിൽ അവർക്കൊരു ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ റെസ്യൂം തന്നെ റിജക്റ്റ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ പോർട്ട്ഫോളിയോ ഒന്ന് ക്ലിയർ ആക്കി വെക്കേണ്ട ആവശ്യം എപ്പോഴും നമ്മളൊരു ജോബ് സീക്കേഴ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് തന്നെ കാണണം. അതിൽ ഈ നമ്മുടെ ഈ പോർട്ട്ഫോളിയോയിൽ ഏറ്റവും അടിസ്ഥാനമായിട്ട് ചെയ്യേണ്ടത് നമ്മളെ പ്രോജക്റ്റ്, നമ്മളൊരു പഴയ പ്രോജക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ്, ഈ പ്രോജക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മളതിൽ എഴുതി വെച്ചിരിക്കണം. അതായത് ഒരു യൂസർ ഉപയോഗിക്കുന്ന ഡീറ്റെയിൽസ്, യൂസർ പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ പ്രോജക്റ്റ് ഓണർ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓണർ, ഇവരുടെയൊക്കെ പെർസ്പെക്റ്റീവ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വെച്ചിരിക്കണം. പിന്നെ നമ്മളെ പഴയ പ്രോജക്റ്റൊക്കെയാണ്, സാധാരണ പഴയ പ്രോജക്റ്റിനാണ് ഈ പ്രശ്നം വരാറുള്ളത്. പഴയ പ്രോജക്റ്റാണ്, അത് ലൈവ് ലിങ്ക് ആയിരിക്കും, പക്ഷേ ലിങ്ക് വർക്കിംഗ് ആയില്ല. ഇങ്ങനെ ഒരു പ്രശ്നം നമ്മൾ ഇടയ്ക്ക് പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്യുന്ന സമയത്ത് കാണാറുണ്ട്. അപ്പോൾ പഴയ പ്രോജക്റ്റൊക്കെ ആണെങ്കിൽ അതിൻ്റെ ലൈവായിട്ടുള്ള ലിങ്ക് അത് ലൈവ് ആണോ എന്ന് തന്നെ നമ്മളൊന്ന് ക്രോസ് വെരിഫൈ എപ്പോഴും ചെയ്യേണ്ടതാണ്. പിന്നെ മാക്സിമം പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ്, അപ്പോൾ ഫ്രഷേഴ്സിനാണെങ്കിൽ ഈ പ്രോജക്റ്റ് അധികം എഴുതാണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കുറച്ച് പ്രോജക്റ്റ് അവർ സെൽഫായിട്ട് കുറച്ച് പ്രോജക്റ്റ് ചെയ്തിട്ട് നമുക്കതിൽ വെക്കാൻ പറ്റും. പിന്നെ നമ്മളെ പ്രോജക്റ്റ് ക്ലയൻറ്റിൻ്റെ ഒക്കെ, ഈ പ്രോജക്റ്റ് ചെയ്ത് കൊടുത്ത ക്ലയൻറ്റിനൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ ടെസ്റ്റിമോണിയൽസൊക്കെ നമ്മളെ ഈ പോർട്ട്ഫോളിയോയിൽ വെക്കുന്നത് നമുക്ക് ഒരു ആഡ് ഓൺ ആണ് ശരിക്കും.